ഹായ് മക്കളെ, 11 ഡേയ്സ് ഫ്രീ വെബിനാറിൻ്റെ ഡേ 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ട് ടീച്ചർമാ ഫ്രീ ക്ലാസ് എടുത്തു തരികയാണ്. നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഒരു അടിപൊളി ടോപ്പിക്കാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിരന്തരമായിട്ട് ഓരോ വീഡിയോസിൻ്റെയും താഴെ റിക്വസ്റ്റ് വരുന്നൊരു കാര്യമാണ്, ടീച്ചർമാ ലോട്ടറി അടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്, ആ ഒരു വിദ്യ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അപ്പം എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അടിപൊളി ക്ലാസ്സുകളുമായിട്ട് ടീച്ചർമാർ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ. അതുപോലെ നമ്മുടെ സിൽവർ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഓഗസ്റ്റ് 2-ാം തീയതി ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഉച്ചയ്ക്ക് 1 PM ഒരു ബാച്ച് ഉണ്ട്, അതുപോലെ രാത്രി 9 മണിക്കുള്ള ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9526549978 എന്ന നമ്പറിൽ ഇപ്പം തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈൻഡ് പവറും ലോ ഓഫ് അട്രാക്ഷനും ഉപയോഗിച്ച് എങ്ങനെ ലോട്ടറി വിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ലോട്ടറി എടുത്തിട്ടും അടിക്കാത്ത അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയുന്നത് ഈ ലോട്ടറി അടിക്കുന്നതൊക്കെ ഭാഗ്യം കൊണ്ടാണ്. ഇത് ഭാഗ്യം കൊണ്ടല്ല, ഇറ്റ് ഇസ് അബൌട്ട് യുവർ ഫ്രീക്വൻസി. നിങ്ങളുടെ ഫ്രീക്വൻസി എന്താണ്, നിങ്ങളുടെ വിശ്വാസം എന്താണ്, നിങ്ങളുടെ അലൈൻമെന്റ്, നിങ്ങളുടെ വൈബിനനുസരിച്ചാണ് ഈ ലോട്ടറി അടിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് സമ്പത്തും ഭാഗ്യവും അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന പവർഫുൾ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ടീച്ചർ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഈ ലോട്ടറി എന്ന് പറയുന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. ചിലർക്ക് സ്ഥിരമായി ലോട്ടറി അടിക്കുന്നത് നമ്മൾ കാണാറില്ലേ അല്ലേ? അവർ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ടീച്ചർമാർ ഇന്ന് 5000 അടിച്ചു, ഞാൻ അടിച്ചു, ഇങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി അടിക്കുന്ന കഥ പറയത്തില്ലേ. പിന്നെ കഴിഞ്ഞ ആഴ്ച അടിച്ചു ഇങ്ങനെ. അപ്പോൾ ഇവര് ലക്കി ആയതുകൊണ്ടല്ല, അവര് അബണ്ടൻസിന്റെ എനർജിയുമായിട്ട് അവര് ട്യൂണിൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ലോട്ടറി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ലോട്ടറി എടുക്കുന്നു എന്നതിലല്ല കാര്യം. ലോട്ടറി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ഫീല് ചെയ്യുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചിലർ ലോട്ടറി എടുക്കുന്ന സമയത്ത് അമ്മക്കെങ്ങാണ്ട് ഭാഗ്യമായിരിക്കും, നമുക്കൊന്നും അടിക്കത്തൊന്നുമില്ല, നമുക്ക് ഭാഗ്യമില്ലാത്ത വ്യക്തികളാണ്, ഇതൊക്കെ എത്ര നാളുകൊണ്ട് കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടാണോ, നെഗറ്റീവ് ഫീൽ ചെയ്തുകൊണ്ടാണോ നിങ്ങൾ ലോട്ടറി എടുക്കുന്നത്? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് നിങ്ങൾ ഈ ലോട്ടറി വിൻ ചെയ്യും എന്ന് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് എഴുതിക്കോളൂ മക്കളെ, ബിലീഫ് ഇസ് ഈക്വൽ ടു എനർജി ഇസ് ഈക്വൽ ടു അട്രാക്ഷൻ. അതായത് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ എനർജി, അതാണ് അട്രാക്ഷന് സഹായിക്കുന്നത്, ലോട്ടറി വിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. മനസ്സിലാവുന്നോ? അപ്പം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയണം, എനിക്ക് ഈ ലോട്ടറി അടിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ലോട്ടറി അടിക്കാതെ പോകും. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ഫോർമുല മനസ്സിലാക്കാൻ പോകണം. എല്ലാവരും എഴുതിക്കോളൂ, 3 സ്റ്റെപ്പ് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ഫോർമുല. അതിലെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഡിസൈഡ് ആൻഡ് ഡിക്ലെയർ. നിങ്ങൾക്ക് അഫർമേഷൻ ആയിട്ട് ഇങ്ങനെ പറയാം, എല്ലാവരും എഴുതിയെടുത്തോളൂ, എനിക്ക് ലോട്ടറിയിലൂടെ എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടത്? 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം, 1 കോടി ആണെങ്കിൽ 1 കോടി, അങ്ങനെ എഴുതുക. എനിക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ നേടാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അഫർമേഷൻ ആയിട്ട് എഴുതണം. രാത്രി എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് 11 തവണ എഴുതണം, എനിക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ നേടാൻ കഴിഞ്ഞതിന് നന്ദി, എനിക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ നേടാൻ കഴിഞ്ഞതിന് നന്ദി. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ 11 തവണ ഇത് വീണ്ടും എഴുതണം. എനിക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ നേടാൻ കഴിഞ്ഞതിന് നന്ദി എന്ന് 11 തവണ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സമയം കിട്ടുമ്പോഴൊക്കെ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളിതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ നേടാൻ കഴിഞ്ഞതിന് നന്ദി നിരന്തരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഫീലിങ്ങോടെ പറയണം. ചിലരാണെങ്കിൽ ഇത് പറയും, പക്ഷെ മനസ്സിനകത്ത് മൊത്തം ഡൗട്ടായിരിക്കും, അയ്യോ 1 കോടി രൂപയൊക്കെ നമുക്ക് കിട്ടും, 1 കോടി രൂപ എന്ന് കേൾക്കുമ്പോഴേ തല ഇറങ്ങുന്നു, എനിക്ക് അത്രയും ഭാഗ്യമൊന്നുമില്ല.
നമ്മുടെ കുടുംബത്തിലൊന്നും ആർക്കും ലോട്ടറി അടിച്ചിട്ടില്ല, എനിക്കത് കിട്ടുമോ, ഇങ്ങനെയുള്ളൊരു ഡൗട്ട് ആണെങ്കിൽ കിട്ടത്തില്ല. വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യണം. അതായത് മക്കളെ, ശരിക്കും നിങ്ങൾക്ക് ആ ലോട്ടറി അടിച്ച സന്തോഷത്തിൽ വേണം നിങ്ങളിത് പറയാനായിട്ട്. നിങ്ങൾ ആ ശരിക്കും ഫീലിങ്ങിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ലോട്ടറിയിലൂടെ 1 കോടി രൂപ നേടാൻ കഴിഞ്ഞതിന് നന്ദി എന്ന ഹാപ്പിനെസ് ഉള്ളിൽ ശരിക്കും അത് അടിച്ച് ആ ഫീലിങ്ങോടെ പറയണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് വിഷ്വലൈസ് ആൻഡ് ഫീൽ. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും 5 മിനിറ്റ് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യണം. എന്താണെന്നറിയാമോ? ആദ്യം നിങ്ങൾ പിന്നെ ലോട്ടറി നിങ്ങൾ മേടിക്കുന്നതായിട്ടും കടയിൽ നിന്ന് ആ ലോട്ടറി നിങ്ങൾ വാങ്ങുന്നതായിട്ടും ആ ലോട്ടറി നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. ആ ലോട്ടറി നിങ്ങൾക്ക് അടിക്കുന്നു, അതിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപ നിങ്ങൾക്ക് വരുമ്പോൾ എത്ര സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ സന്തോഷം നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞു, അയ്യോ ഈ ലോട്ടറി എനിക്ക് അടിച്ചു, നിങ്ങളുടെ നമ്പറിൽ ലോട്ടറി അടിച്ചു. നിങ്ങളുടെ ഫാമിലി ഫുൾ ഹാപ്പി ആവുന്നു. നിങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാണ്, എൻജോയ് ചെയ്യണം. നിങ്ങളെല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു, പായസമൊക്കെ വയ്ക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, ആഘോഷിക്കുന്നതായിട്ടും നല്ല DJ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നതായിട്ടൊക്കെ അങ്ങോട്ട് മനസ്സിൽ കാണുക. ആ സന്തോഷം ശരിക്കും ഫീൽ ചെയ്യുക, ആ സക്സസ് ശരിക്കും ഫീൽ ചെയ്യുക. ഫീൽ ഇറ്റ് ഇൻ എവറി സെൽ ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ആ ഫീലിംഗ് ഇങ്ങനെ ആഴ്ന്നിറങ്ങണം മക്കളെ. യുവർ ഇമോഷൻസ് ആർ മാഗ്നറ്റ്സ്. നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് മാഗ്നറ്റ്സ് ആണ്. അപ്പൊ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടവർ യെസ് എന്ന് കമന്റ് ഇടൂ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ അതിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് എല്ലാ ദിവസവും നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഇത് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഇമോഷൻസ് ആണ് ശരിക്കും കാന്തം പോലെ ഇതിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരം ചെയ്യണം കേട്ടോ. വിശ്വാസമില്ലാതെ ചെയ്താൽ ഒരു ടെക്നിക്കും വർക്ക് ചെയ്യില്ല. ചിലർ പറയും, ഞാൻ 2 കപ്പ് മെത്തേഡ് ചെയ്തു, എനിക്കത് നടന്നില്ല. ഞാൻ പില്ലോ ടെക്നിക്ക് ചെയ്തു, അത് നടന്നില്ല. 555 ടെക്നിക്ക് ചെയ്തു, എനിക്കത് നടന്നില്ല. പലർക്കും നടക്കാതെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാതെ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് വിശ്വാസത്തോടെ ചെയ്തു നോക്കുക, എല്ലാ ടെക്നിക്കും ആയിരിക്കും. മക്കളെ, ഇനി സ്റ്റെപ്പ് നമ്പർ 3 പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് റിലീസ് ആൻഡ് ആക്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയണം, ഐ ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. എഴുതിക്കോളൂ, ഐ ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നു. ഞാൻ ഇതിനെ ലെറ്റ് ഗോ ചെയ്യുന്നു, ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നു. ഐ ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഐ എം ഓൾവേസ് ഡിവൈൻലി ഗൈഡഡ്. പ്രപഞ്ചശക്തി എപ്പോഴും എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ എം ഓൾവേസ് ഡിവൈൻലി ഗൈഡഡ്. നിങ്ങൾ എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ഇതിങ്ങനെ പറയണം, ഐ ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഐ എം ഓൾവേസ് ഡിവൈൻലി ഗൈഡ്. എപ്പോഴും നിങ്ങൾ ഇതിങ്ങനെ ഈ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഇതിങ്ങനെ പറയണം. മനസ്സിലാവുന്നു? എന്നിട്ട് എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാം. പലരോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം, ടീച്ചർ അമ്മ സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല, ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല മക്കളെ, നമുക്ക് എത്ര പ്രശ്നം വന്നാലും ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കണം. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 ദിവസം മുമ്പ് ഞങ്ങൾ പിന്നെ ഇവിടെ വാഗമണ്ണിൽ പോയിരുന്നല്ലോ, ഇന്നാണ് തിരിച്ചു വന്നത്. വാഗമണ്ണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ KSFE എന്ന് അവിടുത്തെ നമ്മുടെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് പറയാണ്, സർ ഇത്തവണത്തെ ചിട്ടി നമുക്കാണ് അടിച്ചേക്കുന്നത്, മാഡത്തിനാണ് അടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 2000 രൂപയുടെ ഫ്യുവൽ കാർഡും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രാമത്തെ KSFE ചിട്ടി എന്ന് പറയുന്നത് നമുക്ക് അടിക്കുന്നത്. സ്ഥിരം നമ്മൾ ഏതിന് ചേർന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാക്സിമം 1ാമത്തെ കിട്ടിയിട്ടുണ്ട്, പിന്നെ അല്ലെങ്കിൽ 2, മാക്സിമം 3, അതിനപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല. പണ്ട് ഞാൻ നെഗറ്റീവ് അടിച്ചിരുന്ന സമയത്ത് ഒന്നുകിൽ ഏറ്റവും പകുതി കഴിഞ്ഞിട്ടേ മിക്കവാറും അടിക്കത്തുള്ളൂ, ചിലപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഒക്കെ നമുക്ക് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഏതെടുത്താലും ആദ്യത്തെ അല്ലെങ്കിൽ 2ാമത്തെ നമുക്ക് ഈസി, അല്ലെങ്കിൽ മാക്സിമം 3ാമത്തെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുക. എന്തുകൊണ്ടാണ് മക്കളെ? ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാണ്. ടീച്ചറും ഈ ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ജില്ലായിട്ട് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എങ്ങനെയായിരിക്കും ഇത്രയും നമുക്ക് ഇത് കിട്ടുക? അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ അത്ര ഹൈ എനർജിയിലുള്ള ആരാണ് ആ ചിട്ടിയിൽ ചേർന്നിട്ടുള്ളത് അല്ലേ? ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഡൗട്ടായിരിക്കും, അയ്യോ എനിക്ക് കിട്ടത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് അടിച്ചിരിക്കും. പക്ഷെ 1% പോലും നമുക്ക് ഡൗട്ടില്ല. നമുക്ക് എപ്പോഴും എന്താണ്, യൂണിവേഴ്സ് നമുക്കത് തരും. അതാണ് നമ്മൾ അലൈൻമെൻറ്റിൽ ആയിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ. നിങ്ങൾ അലൈൻഡ് ആയിരിക്കുമ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് അടിക്കും.
അലൈൻമെന്റിലേക്ക് നിങ്ങൾ എത്താൻ സഹായിക്കുന്ന ക്ലാസ്സാണ് നമ്മുടെ സിൽവർ ക്ലാസ്. ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓഗസ്റ്റ് 2-ാം തീയതി, അതായത് ഇന്ന് ആണ് അതിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ടീച്ചർമ്മയുടെ പേഴ്സണൽ സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 9526549978. ഓക്കെ, അതുപോലെ തന്നെ മക്കളെ, ബട്ട് ഡോണ്ട് ചേസ് ഓർ പാനിക്. ചിലരെന്ത് ചെയ്യും, ഇങ്ങനെ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ എനിക്കത് അടിക്കുമോ എന്തോ, എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും പറയും ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, അതെനിക്ക് അടിച്ചാൽ മതിയായിരുന്നു, അടിക്കുമോ എന്തോ. ഇങ്ങനെ നിങ്ങളൊരു സങ്കടത്തിൽ അല്ലെങ്കിൽ പാനിക് ആയിക്കൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നെങ്കിൽ അത് നടക്കാതെ പോകും. അതിനെയാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിറ്റാച്ച്മെന്റ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടെ ഇരിക്കുക, ഡിറ്റാച്ച് ചെയ്യുക. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് എൻജോയ് ചെയ്യുക, ബാക്കി എല്ലാം വഴിയേ അങ്ങ് നടന്നോളും. ഓക്കെ, അപ്പം ടീച്ചർമ്മ എപ്പോഴും ഹാപ്പിയായി ഇരിക്കുന്നത് കൊണ്ട് ലൈഫിൽ ഫിനാൻഷ്യൽ മിറാക്കിൾസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുന്നേ എപ്പോഴെങ്കിലും ഒക്കെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ലോട്ടറി അടിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റിൽ പറയണം കേട്ടോ. ടീച്ചർമ്മ എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, എത്ര രൂപയാണ് അടിച്ചിട്ടുള്ളതെന്ന് പറയണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ടോപ്പ് മിസ്റ്റേക്സ് ടു അവോയ്ഡ്. നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് എഴുതിക്കോളൂ. ഒന്നാമത്തത് ഡൗട്ടിങ് യുവർ സെൽഫ്. യാതൊരു കാരണവശാലും ഡൗട്ട് ക്രിയേറ്റ് ചെയ്യരുത്, സംശയം മനസ്സിൽ വെക്കുക ചെയ്യരുത്. രണ്ടാമത്തത് ഫീലിംഗ് ഡെസ്പറേറ്റ്, നിരാശ. ചില സമയത്ത് ഇങ്ങനെ നിരാശ അടിച്ചിരിക്കുക, ആ നിരാശ ഒഴിവാക്കണം. മൂന്നാമത്തത് saying things like I never win, ഞാൻ ഒരിക്കലും വിജയിക്കില്ല, ഇങ്ങനെ പറയരുത്. നാലാമത്തത് പ്ലേയിങ് ഓൺലി ഫ്രം ഫിയർ ഓർ ഗ്രീഡ്. ചിലർക്കാണെങ്കിൽ പേടി കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രീഡ് കൊണ്ടൊക്കെ ചിലരെന്ത് ചെയ്യും, മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് നടക്കാതെ പോകും. അതുകൊണ്ടാണ് മിക്കവർക്കും അത് നടക്കാത്തതും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. യു പുഷ് ദ ബ്ലെസ്സിങ്സ് അവേ. ഇതിങ്ങനെ നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷന് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്ലെസ്സിങ് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന അഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. മണി ഫ്ലോസ് ഈസിലി ടു മീ. പണം എന്നിലേക്ക് ഈസിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഐ എം ഓൾവേസ് ലക്കി. ഞാൻ എപ്പോഴും ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഭാഗ്യവതിയാണ്. ദ യൂണിവേഴ്സ് വാണ്ട്സ് മീ ടു വിൻ. പ്രപഞ്ചശക്തി ഞാൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിങ്ങനെ അടുത്ത 21 ദിവസത്തേക്ക് നിങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലോട്ടറി അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചറമ്മയുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു 11 ഡേയ്സ് ഫ്രീ വെബിനാർ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ദിവസം മിസ്സായിട്ടുള്ളവർ അതിൽ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 11 ദിവസത്തെ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ മിനിയെ കോൺടാക്ട് ചെയ്യുക. നമ്പർ 9526549978. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, ലവ് യു ആൾ. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്.